മോനെ ഈ സാധനം വിഷയ കേട്ടോ ശരിക്കും. മോനെ വിഷലൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. എടാ മോനെ പണിയെടുത്ത് വെറുതെ ആയിട്ടില്ല. ഹലോ, ഈസി സീരിയൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളായി ഇപ്പൊ വീഡിയോ കിട്ടിട്ട്. അപ്പം കൽക്കി 2898 AD മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസമായി, 2 ദിവസം ഉണ്ടായി വന്നിട്ട്. അപ്പൊ ഇപ്പോഴാണ് സമയമൊക്കെ കിട്ടിയത് ഒന്ന് കാണാനായിട്ടൊക്കെ. അപ്പൊ ഒന്ന് കണ്ടേക്കാൻ ഓർത്തു. നമ്മുടെ ഭയങ്കര വെയിറ്റിംഗ് ആയിട്ടുള്ള പടമാണല്ലോ. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമലഹാസൻ, ദേവിക പദുക്കോൺ, അങ്ങനെ ലീഡിംഗ് ആയിട്ടുള്ള ആൾക്കാരെ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വലിയ പടമാണ്. ഇന്ത്യൻ ഡ്യൂൺ ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഒരു കാർ അവർ ശരിക്കും ഉണ്ടാക്കിയെടുത്തത് ഓഡിയോ പ്രൊമോഷനൊക്കെ ആയിട്ട് ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. എൻ്റെ ഫസ്റ്റ് ലുക്കും ശരി ഗ്ലിംസ് ഒക്കെ വന്നപ്പോഴത്തേനും ഭയങ്കര എക്സ്പെക്ടേഷൻ ഒക്കെ ആയിരുന്നു എല്ലാവർക്കും. അപ്പോൾ ട്രെയിലർ കാണാം. ഈ ഭൂമിയിലെ ആദ്യത്തെ നഗരം, ഈ വേൾഡിലെ ലാസ്റ്റ് സിറ്റി കാശി. മുകളിൽ വെള്ളമുണ്ടത്ര. ഭൂമിയെ മൊത്തം ഊറ്റിയെടുക്കുന്നത് കൊണ്ട് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ഈ ലോകത്തിനിയുള്ളത് കോംപ്ലക്സ് മാത്രമാണ്. ദൈവവും ഒരാളാണ്, സുപ്രീം യാസ്കിൻ. നിങ്ങളെ പോലെ ഒരാൾക്ക് എത്ര പേരെ രക്ഷിക്കാൻ പറ്റുമെന്നറിയോ? ഞാൻ രക്ഷകനാകേണ്ടത് ഒരാൾക്ക് മാത്രം. 6000 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോ ആ പവർ തിരിച്ചു വന്നെന്ന് പറഞ്ഞ ഇനി വെളിച്ചം വരാനുള്ള സമയമാണ്. എനിക്കൊന്നും അങ്ങോട്ട് കണക്ട് ആയില്ല. എല്ലാം ജീവന്റെ ഉള്ളിൽ മറ്റൊരു ജീവൻ. അശ്വത്ഥാമാവല്ലേ? അമ്മയുടെ ഉദരത്തിലുള്ളത് ഒരു സാധാരണ കുഞ്ഞല്ല, അവതാരമാണ്. ഞാൻ രക്ഷിക്കും. സുപ്രീമിന് അപകടമാണ്. രാവിലെ തന്നെ ഫൈറ്റ് ചെയ്യാന്ന് വയ്യ പൂച്ചി. എന്തല്ല സ്വപ്നമായിരുന്നറിയാം. നമ്മൾ കോംപ്ലക്സിലായിരുന്നു. 1 മില്യൺ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടോ നിന്റെ കയ്യിൽ? ഒന്നുമില്ലെന്നേ. എന്നെ പോലെ എത്ര പേർക്ക് നിങ്ങൾ ഹീറോ ആണെന്നറിയോ? എന്റെ കൂടെ വാ. എത്ര യൂണിറ്റ്സ് തരും? പച്ച കള്ളം. നിനക്ക് നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ ഭൈരവ. ലോകത്തിൽ എല്ലാത്തിനും ഒരു സൈഡേ ഉള്ളൂ, നിന്റെ സൈഡ്. ഭൈരവ 5 സ്റ്റാർ ബൗണ്ടി. ലെറ്റ്സ് ഗോ. ഹായ്. ഹായ്. എനിക്ക് അവളെ കിട്ടിയാ മതിയാവും. എനിക്ക് മാത്രമേ അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. അത്രയ്ക്ക് ഷൂറ? റെക്കോർഡ് ചെക്ക് ചെയ്യ. ഇതുവരെ ഒരു ഫൈറ്റും തോറ്റിട്ടില്ല. അങ്കിളിന് ഫൈറ്റ് ചെയ്യാൻ സമയമായി. ഇതിലും തോൽക്കില്ല. മോനെ വിഷലൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ശോഭന, എടാ മോനെ ഇതുവരെ ജന്മം എടുത്തിട്ടില്ലാത്ത ഈ കുഞ്ഞിന് വേണ്ടി ഇനി എത്ര പേര് മരിക്കണമെന്നാ? ഭയപ്പെടരുത്, അമ്മാടാ മോനെ. പ്രപഞ്ചം വരുന്നുണ്ട്. അശ്വിൻ മോനെ ഈ സാധനം വിഷയ കേട്ടോ ശരിക്കും. പക്ഷെ എനിക്ക് അങ്ങോട്ട് ആദ്യം തൊട്ട് അങ്ങോട്ട് ഭയങ്കര എന്തൊക്കെയോ കാണിച്ചിങ്ങനെ പോയ കാരണം എനിക്ക് അങ്ങോട്ട് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ വിഷ്വൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളായിരുന്നു. ഒന്നും കേട്ടൊന്നുമില്ല ശരിക്കും. ഞാൻ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്താ അറിയാൻ പറ്റില്ല. വിഷ്വലൊക്കെ അടിപൊളിയായിരുന്നു. കൊള്ളാം കേട്ടോ. വിഷ്വലൊക്കെ വേറെ ലെവലാ. സാധനം പൊളിച്ചടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ. കൽക്കി എന്ന് പറയുന്നത് അവസാനത്തെ അവതാരമാണല്ലോ. വിഷ്ണുവിന്റെ അവസാനത്തെ അവതാരമാണ് കൽക്കി. ഇപ്പം അത് വരാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. ഡ്യൂണിന്റെയും മാക്സിന്റെയും ഒക്കെ ഒരു മിക്സ്ഡ് അപ്പ് പോലെയൊക്കെ അതിന്റെ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. എല്ലാവർക്കും തോന്നി കാണും അല്ലെ? എനിക്ക് എല്ലാവർക്കും തോന്നി എനിക്കറിയത്തില്ല, എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ അമിതാഭ് ബച്ചന്റെ ക്യാരക്ടറിന്റെ പേര് അശ്വത്ഥാമ എന്നാണ്. അപ്പം ഇത് കൽക്കി എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് ഹിസ്റ്റോറിക്കലി തന്നെ എപ്പോഴും കണക്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കുറേ ആയിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ കൽക്കി
പ്രഭാസിന്റെ പേര് വേറെന്തോ, പ്രഭാസിന്റെ പേര് നാഗെന്നോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അല്ല സോറി, അത് ഡയറക്ടറിന്റെ പേരാണല്ലോ. പ്രഭാസിന്റെ പേര് വേറെന്തോ ആണ്. എനിക്കൊന്നും കൽക്കി ഉണ്ടാകാൻ പോകുന്നേ ഉള്ളൂ. അപ്പം കൽക്കിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കും പ്രഭാസിന്റെ ഒക്കെ ഒരു ജോലി, അല്ലെങ്കിൽ അതിനുവേണ്ടിയായിരിക്കും പ്രഭാസൊക്കെ ഉള്ളത്. കമലഹാസന്റെ വില്ലൻ വേഷം ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് പുതിയൊരു ലോകം വരാൻ പോകുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. സാധനം കൊള്ളാം കേട്ടോ. സാധനം തിയേറ്ററിൽ വാച്ചിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. പണിയെടുത്ത് വെറുതെ ആയിട്ടില്ല. പിന്നെ അശ്വത്ഥമാവിനെ കൃഷ്ണൻ ശപിക്കുകയൊക്കെ ചെയ്തതാണല്ലോ, ചിരഞ്ജീവി ആയിട്ടിരിക്കട്ടെ. അപ്പം അന്നുണ്ടായിരുന്ന പുള്ളി തന്നെയാണോ ഇത് എന്നൊക്കെ അറിയത്തൊന്നുമില്ല. ഇതൊക്കെ എനിക്കറിയാവുന്ന വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ട്രെയിലറല്ലേ ഇത്, എന്നാലും എനിക്ക് അങ്ങോട്ട് മൊത്തത്തിൽ ഒരു എനിക്കൊന്ന് ആ ദിവ്യ പതുക്കോണിന്റെ വയറ്റിലുണ്ടാകുന്ന കുട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ അതായിരിക്കും ചിലപ്പം, ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും മേക്കിംഗ് കാര്യങ്ങളൊക്കെ പൊളിയാണ്. മലയാളം ട്രെയിലാണ് ഞാൻ കണ്ടത്. മലയാളം കാണുള്ളൂ എന്തായാലും, അല്ലെങ്കിൽ പിന്നെ തമിഴ് കാണും. തെലുങ്കിൽ എന്തായാലും പോയി കാണാൻ പോകുന്നില്ല, മനസ്സിലാവട്ടെ അതിൽ സിനിമ കാണുമ്പോഴത്തേനും. അപ്പം നിങ്ങൾക്ക് എന്താണ് ട്രെയിലർ കണ്ടിട്ട് തോന്നിയതെന്ന് ഉള്ള കാര്യങ്ങൾ പറ. എനിക്കിതൊക്കെയാണ് തോന്നി. ജൂൺ 27 പടം വരും. എക്സ്പീരിയൻസ് ഇൻ ഐമാക്സ് ആണ് പറഞ്ഞിരുന്നത്. എവിടെയെങ്കിലും പോയി കാണണം. മ്യൂസിക് സന്തോഷ് നാരായണൻ കേട്ടോ, മ്യൂസിക് മോനെ. സന്തോഷ് നാരായണൻ മ്യൂസിക് പൊളിയാട്ടോ. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വന്നേക്കുന്ന പൊളിയാണ്. DOP ജോർജ് സ്റ്റോജിൽക്കോവിക് അങ്ങനെ ഒരാളാണ്. ആരാണെന്ന് എനിക്കറിയാൻ വരാം, നോക്കണം, സെർച്ച് ചെയ്ത് നോക്കണം. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ നാഗ് അശ്വിൻ. കൊള്ളാം. എഡിറ്റർ കൊട്ടഗിരി വെങ്കടേശ്വര റാവു. കൊട്ടഗിരി തന്നെയാണോ? കൊട്ടഗിരി വെങ്കടേശ്വര റാവു പുള്ളിയാണ്. എഡിറ്റിങ് കൊള്ളാം. ആർട്ട് കൊള്ളാം. ഗ്രാഫിക്സ് ഒക്കെ VFX ഒക്കെ നന്നായിട്ടുണ്ട്. പ്രവീൺ ഇലാറു വാട്ടറിറ്റീസ് കൊള്ളാം, നന്നായിട്ടുണ്ട്. VFX ഒക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു കിങ് സോളമൻ, ആൻഡി ലോൺ, പീറ്റർ ഹെയ്ൻ, സതീഷ് അൻബർവൻ, നിക്കോൾ, ആരൊക്കെയാണ് ഇതിനകത്ത് സ്റ്റണ്ട് ചെയ്തേക്കുന്നത്? സ്റ്റണ്ടിന് ഭയങ്കര ക്രൂ ആണല്ലോ. ഒരു ചുവട് ആൾക്കാരുണ്ട് സ്റ്റണ്ട് ചെയ്യിക്കാൻ വേണ്ടി. ആ മോനെ അതിൻ്റെയൊക്കെ കൊണ്ട് കേട്ടോ പടത്തിനകത്ത്. പിന്നെ VFXലൊന്നും കുളമാക്കിയിട്ടൊന്നുമില്ല, അടിപൊളിയായിട്ടൊന്നും ചെയ്തിട്ടുണ്ട്. അവർ കാശൊക്കെ മുടക്കിയിട്ട് സമയമൊക്കെ ചെയ്യുന്നല്ലേ, വീണ്ടും വെച്ചാൽ കാണാനൊക്കെ ഉണ്ട്. അപ്പം പടം വരട്ടെ. കാണാനുള്ള സാധനം ഉണ്ട്. ഓക്കെ, ബൈ.